പൊന്നുമോനെ, നീ ആയിരുന്നോടാ ഇത്? നിന്നെ ആയിരുന്നോടാ മക്കളെ ഞാൻ ഈ തല്ലി ചോദിച്ചത്? തന്റെ പെണ്ണും പിള്ളയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോ എവിടെ പോകുന്നു? मेरा प्यारे देशवासियों, मेरा पिണറായി. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകേമതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന്. അല്ല, അമരേന്ദ്ര ബാഹുബലിയെ നമ്മള് മകിമതി പ്രജകളായ കള്ള റാസ്കൽ നായിന്റെ മക്കളെ മൊത്തം മൃദുമാരുതഗമനം ശ്രുതി തൻ മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായതു വരണം. അയ്യോ എന്റെ ബിന്ദു, അതെ വീകാരാനി ചെന്നാലേ ഡൽഹിയിൽ ചെന്നപ്പോ എന്നെ സംസ്ഥാന പ്രസിഡന്റാക്കി. നാളെ എങ്ങനെ അമേരിക്ക ചെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ പറയണം. ഞാനേ ഒരു വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണീൻ്റെ ഒരു കോള് വന്നു. എവിടെയാ ഉള്ളത്, ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വേഗം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിയും പ്രദീപിനും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ചുമ്മാരി വണ്ടിയിലിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ദൂരം ഇങ്ങോട്ട് വന്നു. ഞാൻ കുറച്ച് മയങ്ങി, ഇടയ്ക്കൊന്ന് വെച്ച് വണ്ടിയിൽ നിന്ന് മയങ്ങി. അതിനുശേഷം ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് പിലാത്തറയിലാണ്. പിലാത്തറയിൽ MRF ടയർ കടയിലാണ്. അപ്പോൾ ഈ ടയർ കടയിൽ ഉണ്ണീൻ്റെ വണ്ടീൻ്റെ ടയർ മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റി അതിനുശേഷം ഓഫീസിലേക്ക് പോയപ്പോൾ ഞാൻ നല്ല മുഖപരിചയമുള്ള ഒരു വ്യക്തിയെ കണ്ടു. അപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല, പിന്നെ എനിക്ക് ഓടി ഇദ്ദേഹത്തെ TV യിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമെല്ലാം ചെയ്ത് കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. മറ്റാരുമല്ല, പ്രജിത്ത് കുഞ്ഞിമംഗലാണ്. അപ്പോൾ പ്രജിത്ത് കുഞ്ഞിമംഗലത്തിൻ്റെ ടയർ കടേൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. എന്തായാലും നമുക്ക് പ്രദീപേ വാ, നമുക്ക് ഓഫീസിലേക്ക് പോയിട്ട് പ്രജിത്ത് കുഞ്ഞിമംഗലത്തിനെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രജിത്തിനോടും ചോദിക്കാനുണ്ടല്ലോ. നല്ല വലിയൊരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ പ്രജിത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട്. എന്തായാലും ഓഫീസിലേക്ക് പോകാം. വരൂ. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കും. എങ്ങനെ ബിസിനസ് പോകുന്നു? ബിസിനസ് ഇപ്പൊ കുറച്ച് കുറവാണ്, കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, പ്രജിത്ത് കുഞ്ഞിമംഗലം. അപ്പോൾ പ്രജിത്തിനെ പറ്റി എന്തായാലും പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. നമുക്ക് കുറച്ചൊരു വിശേഷം പങ്കുവെക്കാം അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് മാറിയിരിക്കാം അല്ലേ? ഫുൾ കലയുടെ ലോകത്ത് നിന്നും ഇപ്പം ചക്രങ്ങളുടെ ലോകത്തായി അല്ലേ? ഇതിലേക്ക് വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഇത് ഷോറൂം തുടങ്ങിയിട്ട് ഒരു 7 വർഷമായി. 7 വർഷമായി. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പം അവിടുന്ന് വന്ന് നാട്ടിൽ സ്വന്തമായിട്ടൊന്ന് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഒരു 5ഓളം സ്റ്റാഫ് ഉണ്ട്. അപ്പുറം വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിങ് ഒക്കെ അവിടെ 4 ടെക്നീഷ്യന്മാരുണ്ട്. ഇവിടെ അക്കൗണ്ടന്റും അങ്ങനെയായിട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടും ഈ 5ഓളം സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും എല്ലാവരും നമുക്ക് കട്ടക്ക് കൂടെ നിൽക്കുന്നതുകൊണ്ട് അതെ നല്ലൊരു ഇത് തന്നെയാണ് അല്ലേ? അത് പിന്നെ ഈ കല ഇപ്പൊ ഇതിന്റെ നടുക്ക് തന്നെ കലയായിട്ട് പോകുന്നുണ്ട്. കലയാണ്, അതെ അല്ലേ? അപ്പൊ ചിലപ്പോ എന്റെ വീഡിയോ കാണുന്ന ആൾക്ക് ഇത് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല ചിലപ്പോ. എല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം അങ്ങനെ ഞാൻ വളരെ വലിയൊരു സെലിബ്രിറ്റി ഒന്നുമല്ല, ഒരു ചാനൽ ആർട്ടിസ്റ്റ് മാത്രമാണ്. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം അറിയാത്തവർക്ക്. എൻ്റെ പേര് പ്രജിത്ത് കുഞ്ഞിമംഗലം. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്തു വരുന്ന കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ ഏകദേശം ഒരു 10-16ഓളം എപ്പിസോഡുകൾ മിമിക്രി, സ്പോട്ട് ഡബിങ്ങും കോമഡിയൊക്കെ ആയിട്ട് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അമൃത TV യിൽ കോമഡി മാസ്റ്റേഴ്സ്. പിന്നെ ചെറിയ കുറച്ച് പടത്തിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. പിന്നീട് കുറച്ച് പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. ഈ പിന്നെ കോമഡി ഈ ഫ്ലവേഴ്സിലൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് പോകുന്നത്? ഫ്ലവേഴ്സിൽ ഇപ്പൊ കുറച്ച് നാളായി പോവാത്ത. ഇപ്പം ബേസിക്കലി പ്രൊഫഷണലി നമ്മള് മെഗാ ഷോസ്, സ്റ്റേജ് ഷോസ്, ഗാനമേള. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ അവതാരകനാണ് കൂടുതൽ. ഇപ്പം ഈ മലബാറിലെ മിക്ക ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ അവതാരകനായിട്ട് പോകാനുള്ളൊരു ഭാഗ്യം മെഗാ ഷോസും. ചാനലിപ്പം കൂടുതൽ സമയം പോകാൻ പറ്റാറില്ല, കാരണം സ്റ്റേജ് ഷോസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചാനലിൽ പോകുമ്പോൾ നമ്മുടെ യാത്രയായാലും അല്ല അവിടുത്തെ ഗ്രൂമിംഗ് ഒക്കെ ആകുമ്പോൾ എങ്ങനെ പോയാലും 4-5 ദിവസം അവിടെ സ്റ്റേ ആവേണ്ടി വരും. 6ാമത്തെ ദിവസമായിരിക്കും കൂടുതലും ഷൂട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഈ 5 ദിവസത്തിൽ എങ്ങനെ പോയാലും 3-4 ഷോ മിനിമം നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് എങ്ങനെ പോലും ഗാനമേളയും അല്ലെങ്കിൽ മെഗാ ഷോസ് ഒക്കെ ഒരുപാട് ഷോ ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു 5-8 മാസമായി ചാനൽ ഷോക്കിൽ പോയില്ല.
അതാണ് അതിന്റെ. ഇനിയിപ്പം സീസണൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ചിലപ്പോൾ പോയേക്കാം, ഇനി അടുത്ത് പോകാം. ഇനി പോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് വിളിച്ചാല് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതായത് ചെറുതായാലും വലുതായാലും ഒരു തരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാം വരുമല്ലോ. സാധാരണ ഇപ്പൊ കോമഡി ഉത്സവത്തില് വൈറലായിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്. അത് കൂടുതലും എന്നെ മാത്രം വിളിക്കുന്ന ഷോസാണ്. അപ്പൊ എന്നെ ഇപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ ഷോ ആണെങ്കിൽ അവിടെ കുറച്ച് മിമിക്രി ചെയ്യും. ഇപ്പോൾ ചെയ്യുന്നതിൽ ഇപ്പോൾ സ്പോട്ട് ഡബിങ്ങിന് മിമിക്രിയുടെ ഒരു പുതിയ തലത്തിന്റെ ഒരു കാര്യത്തിൽ എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ 7 മിനിറ്റ് കൊണ്ട് 50 സിനിമക്ക് ഡബ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ ലൈവ് ആണെങ്കിൽ ലൈവ് കുറച്ച് മിമിക്രി സാധാരണ ചെയ്യുന്നതും, പിന്നെ നമ്മുടെ മണിച്ചേട്ടന്റെ കുറച്ച് പാട്ടുകൾ, പിന്നെ കുറച്ച് ഗെയിം ഷോസുകൾ, ഓഡിയൻസിനെ ഒന്ന് കയ്യിലെടുക്കേണ്ട ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി അങ്ങനെ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും. അതെന്റെ ഷോ ആണെങ്കിൽ. മറ്റൊരു ഷോ ആണെങ്കിൽ ഞങ്ങളുടെ ഓർക്കസ്ട്ര ഗാനമേള പ്ലസ് അതിൻ്റെ കൂടെ മെഗാ ഷോസ്, കോമഡി ഷോ, ഫിഗർ ഷോ, അത് കോമഡി സ്കിറ്റുകൾ അല്ലെങ്കിൽ ഡാൻസ്, അങ്ങനെയുള്ള വലിയൊരു പാക്കേജ്, ചെറുത് മുതൽ വലിയ സെലിബ്രിറ്റി ഷോ വരെ ഞങ്ങൾ ഇപ്പോൾ മലബാറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറഞ്ഞാൽ ഈ ബിസിനസ്സും അതുപോലെ അതിന്റെ നടുക്ക് തന്നെ എങ്ങനെ പ്രാക്ടീസിങ് എല്ലാം നടക്കുന്നുണ്ട്? പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ ഒരു മേഖലയിൽ നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ഒന്നാമത് ഇപ്പോൾ രാവിലെ പോയി ഈവനിങ് വൈകിട്ട് നമ്മളൊരു 3 മണിയാകുമ്പോൾ പ്രോഗ്രാമിൻ്റെ പ്രിപ്പറേഷൻ ആണല്ലോ. പോകാൻ ഞങ്ങൾ വണ്ടി വരും, പോയി ഇപ്പോൾ രാവിലെ ചിലപ്പോൾ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസം പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയത് 5:45. അപ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് വരണം. അത് കഴിഞ്ഞ് വീണ്ടും പോകാനായി. അപ്പം അതിനിടയിൽ പ്രാക്ടീസ് ഒന്നുമില്ല. പിന്നീട് നമ്മൾ ഇത്രയും ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ സാധാരണ ഇപ്പോൾ പ്രാക്ടീസ് ഇപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, പ്രാക്ടീസ് ഒന്നും കാണുന്നല്ലോ, സ്റ്റേജ് ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഒറ്റക്കുള്ള ഡ്രൈവിങ് അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ കാറിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ കിട്ടിയത് പ്രാക്ടീസ് ചെയ്യും മനസ്സുകൊണ്ടും, അല്ല ഇങ്ങനെ അതിൽ നിന്ന് വോക്കൽ ചെയ്യും, വോക്കൽ അത് ഇതാക്കിയെടുക്കും. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ 2 വീലറിൽ പോകുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ അല്ലാതെ ഇതിനായിട്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ചെയ്തിട്ടില്ല. അതിൽ ഞാനൊരു മടിയനാണ് പ്രാക്ടീസ് കാര്യത്തിൽ. സത്യം. പിന്നെ ഗൾഫുകാരനാന്ന് പറഞ്ഞല്ലോ അല്ലേ? ഞാൻ ഗൾഫിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. ഖത്തറിലാണ് 5 വർഷം. ഖത്തറിന്നാണ് ഞാൻ ഈ ഒരു കലാരംഗത്തേക്ക് എത്തുന്നത്. അവിടുന്ന് തുടങ്ങുന്നത്. അത്ര വരെ എനിക്ക് കലയായിട്ട് വലിയ ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാനൊരു ചമ്മല് ഒരു ഷൈ ബോയ് ആയിരുന്നു. കാരണം എനിക്ക് മുമ്പാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ഒരുപാട് പിന്നെ അപ്പോൾ മിമിക്രി ചെയ്യും എന്നുള്ള ഒരു ഇത് എനിക്കറിയാം. പക്ഷെ അത് ചെയ്യുമ്പോൾ ആൾക്കാർ കളിയാക്കുമോ, അവരെന്ത് വിചാരിക്കുന്നുള്ളൊരു ചമ്മലുണ്ടായിരുന്നു. അങ്ങനെ ഖത്തറിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ ഈ വ്യാഴാഴ്ച വൈകിട്ടൊക്കെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് വില്ലേജ് ലീവ് ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇരുന്ന് ചെറിയ ഒരാൾ പാട്ടും ഇതൊക്കെ പാടുമ്പോൾ അപ്പൊ ഞാൻ 1-2 ഐറ്റംസ് ചെയ്യുമ്പോൾ അത് അവര് സുഹൃത്തുക്കൾ പറഞ്ഞത് നീ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ 1-2 വേദികൾ കിട്ടി. പക്ഷെ ആ വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോകാൻ വളരെ പേടിയായി. കാരണം അത് വേറൊന്നുമല്ല, ചെയ്യാൻ എനിക്കറിയെങ്കിലും അത് അവരെന്ത് വിചാരിക്കും, അവർ എന്നെ കളിയാക്കുമോ എന്നുള്ളൊരു ചിന്ത വന്നു. നമുക്ക് ആദ്യം ഏതൊരു കലാകാരനും ആദ്യം മാറേണ്ടത് അതായിരുന്നു. അപ്പൊ നേരെ മറിച്ച് എനിക്ക് ഒരു 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെ മടിയാണ് അന്ന്. ഇന്ന് 1 ലക്ഷം 1.5 ലക്ഷം ആൾക്കാരുടെ മുന്നിൽ ഒരു മൈക്ക് വെച്ച് 3 മണിക്കൂർ കണ്ടിന്യൂ ചെയ്യാനുള്ള ധൈര്യം അല്ല ചെയ്ത്. ഇപ്പോൾ വലിയ സ്റ്റേജ് ഷോ, പെരിങ്കളിയാട്ടം പോലുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കടപ്പുറത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പാർട്ടിഷൽക്കൊക്കെ അറിയാൻ പറ്റും, കുറെ കറുത്ത കുത്തുകൾ മാത്രമാണ്, കറുത്ത തലക്കുത്തുകൾ മാത്രമേ കാണുക. അപ്പൊ അത്രയും ജനസാഗരമാണ്. അവര് കടപ്പുറം, കാസർഗോഡ് കുറുബ ഭഗവതി ക്ഷേത്രം. അപ്പൊ അത്രയും വലിയ ക്രൗഡായിരുന്നു. അപ്പൊ അതിലേക്ക് എത്താനുള്ള ഒരു കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ധൈര്യം സമ്പാദിച്ചു. കാരണം ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നില്ലല്ലോ, നമുക്ക് നമ്മുടേതായ ഒരിത് നേടിയെടുക്കണമെങ്കിൽ ഈ ചമ്മൽ ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഒരുപാട് കുറച്ച് പ്രയത്നിച്ചു, അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പഠിക്കുന്ന കാലത്തല്ലേ ചെറുപ്പത്തിൽ ഇങ്ങനെ കലാപരമായിട്ട് ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സിൽ മാത്രം അത് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമോ ഇതൊന്നുമില്ല. കാരണം നമ്മൾ എൻ്റെ ഫാമിലി പരമായിട്ട് ആരും ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയൊരു ഇതെന്തോ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ. അത് ചെറിയ എന്തോ മൈക്കിലേക്കൂടെ എന്തോ പാട്ടോ ചെറിയ എന്തോ പാട്ടോ പാടിയെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ ഗൾഫിലെത്തി, അവിടുന്ന് അങ്ങനെ ആയി വന്നു. കുറച്ച് സിനിമ ചെയ്തിട്ടുണ്ട് അല്ലേ? സിനിമയിൽ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം ചെയ്തത് മുഗൾ പരപ്പ് ഇപ്പോൾ
സിബി പടിയറ സംവിധാനം ചെയ്ത തിയേറ്ററുകളിൽ നന്നായി ഓടി, കുഴപ്പമില്ലാതെ ഓടി. പിന്നെ കാസർഗോഡ് ആസിഫ് അലിയുടെ പടത്തിൽ വിനായകൻ ചേട്ടൻ്റെ കൂടെ ഒരു കോംബോ, ഒരു ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി. ഒപ്പം ഉമ്മാൻ്റെ പേരിൽ ടോവിനോ തോമസിൻ്റെ കൂടെ, ഉർവശി ചേച്ചീൻ്റെ കൂടെ എല്ലാം ഒരു ചെറിയ മമ്മൂക്കോയ സാറൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ആ ഒരു വിഷം ഉണ്ടായിരുന്നു. ഇനി ഇറങ്ങാൻ പോകുന്നത് ടിനി ടോം ചേട്ടൻ അവരൊക്കെ ഉള്ളൊരു മലബാർ എന്നൊരു പടം, പയ്യന്നൂർ ഷൂട്ടായിട്ടുള്ളത്. അത് അതിപ്പോ ഇറങ്ങുക എന്നുള്ള കാര്യം ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല ആണെന്ന് തോന്നുന്നു. ഞാൻ അതിലൊരു കള്ളൂടിയനായിട്ടൊരു ബാറുള്ള ഒരു സീനിലേ ഉള്ളൂ. പക്ഷെ ആ സീൻ ചിലപ്പോൾ നല്ലൊരു സ്പാർക്ക് ആവുന്ന ഒരു പ്രതീക്ഷയുണ്ട് ആ സീനിൽ. അതാണ് സിനിമ ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ പല പ്രൊജക്ടുകൾ ഇങ്ങനെ ആയി വന്ന് സൗഹൃദ ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടി. സിനിമേന്റെ കാര്യം പിന്നെ അങ്ങനെയാണല്ലോ, വന്നത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തായാലും ചെയ്യുക. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് 1-2 മിമിക്രി ഫ്ലവേഴ്സിൽ ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ പത്മശ്രീ ജയറാമേട്ടൻ്റെ ശബ്ദത്തോടു കൂടി തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചതാണ്. ചെയ്തിട്ടുണ്ട്. ഇരിട്ടിയിൽ പിന്നെ കോമഡി ഉത്സവത്തിലും ഫ്ലവേഴ്സിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയറാമേട്ടനിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ. സാധാരണ ഞങ്ങൾ മിക്സറൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ലൈവിൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല, എന്നാലും ശ്രമിക്കാം. തീർച്ചയായിട്ടും. അയ്യോ എൻ്റെ ബിന്ദു, അതെ വീകാരാന് ചെന്നാലേ പല പല നാട്ടിലെ ആൾക്കാരാ. ആന്ധ്ര, ഒറീസ, കർണാടക, തമിഴ്നാട്. കൊടക്കനാലിൽ ചെന്നാലോ പിന്നെ മുഴുവൻ തമിഴന്മാരും പോടാ തെണ്ടി. അപ്പോൾ അങ്ങനെ ജയറാമേട്ടൻ്റെ ഇത്. നമ്മുടെ ക്യാപ്റ്റൻ രാജ് സാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവസാനകാല ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പടത്തിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, പവനായി എന്നുള്ള പടത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്കൊന്ന് വേണല്ലോ. കാബൂളിവാല എന്ന ചിത്രത്തിലെ പൊന്നുമോനെ, നീ ആയിരുന്നോടാ ഇത്? നിന്നെ ആയിരുന്നോടാ മക്കളെ ഞാൻ ഈ തല്ലിച്ചതച്ചത്? നീ നമ്മുടെ മുന്നയാ, നമ്മുടെ അമീറിന്റെ പൊന്നുമോൻ മുന്ന. 20 വർഷങ്ങൾക്ക് മുമ്പ് ജ്വരം പിടിച്ച നിന്നെയും കൊണ്ട് ഇവിടെ നിറങ്ങിയാ നിന്റെ ബാബ. പിന്നെ നിങ്ങളുടെ തേളാത്ത നാടുകളില്ല, നിങ്ങൾക്കായി കാത്തിരിക്കാത്ത നാടുകളില്ല. അതേ മുന്നയാണോ പടച്ചവനെ നീ കൊണ്ട് തന്നിരിക്കുന്നത്? യാ റബ്ബേ, നീ വലിയവനാണ്, ഏറ്റവും വലിയവൻ മുന്ന. ഇങ്ങനെ ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ താരങ്ങളുണ്ട് ഒരുപാട്. അജു വർഗീസ്. അപ്പൊ അവരിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കോമൺ ഡയലോഗ് തന്നെയാണത്. എന്റെ പൊന്നു മാമച്ച, നീ മരണമാസ വേറെ ലെവല. അതെ, തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ എന്നെ നിങ്ങൾ ജില്ലാ പ്രസിഡന്റാക്കി. ഡൽഹിയിൽ ചെന്നപ്പോൾ എന്നെ സംസ്ഥാന പ്രസിഡന്റാക്കി. നാളെ എങ്ങനെ അമേരിക്ക ചെന്ന നിങ്ങളെന്നെ ഇന്ത്യൻ പ്രസിഡന്റാക്കും. മനുഷ്യ, നിങ്ങൾ വേറെ ലെവലാ. കൊള്ളാം, വരട്ടെ. അങ്ങനെ നമ്മുടെ വിനയ് ഫോർട്ട് സാറുണ്ടല്ലോ, അദ്ദേഹം നാടകത്തിൽ നിന്നാണ് അത് സിനിമ വന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജാവ സിമ്പിൾ എന്നാണ്. അതും നമ്മുടെ ഫഹദ് ഫാസ് നായകനായ മാലിക് എന്ന ചിത്രത്തിൽ അവർ ഒരു വേരിയേഷനും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജാവ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ പറയണം. അതെന്തിനാ ഷാനവാസേ, നമുക്ക് മാത്രം ബില്ല്? ഞങ്ങളെ ആൾക്കാര് സുനാമി വന്ന് പട്ടിണി കിടന്ന് ചാവാൻ കിടക്കുമ്പോ നിന്റെയൊക്കെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നടത്തൂല. നിന്റെയൊക്കെ ഒന്നും ഞങ്ങൾ ഇവിടെ നടത്തൂല. നിന്റെയൊക്കെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. അങ്ങനെ ഒരു വേരിയേഷൻ അങ്ങനെ വരും. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ഹാസ്യ താരമാണ് നമ്മുടെ മാമുക്കോയ സാർ. അദ്ദേഹത്തിൻ്റെ ഞാൻ അഭിനയിച്ച 3 സിനിമയിലും അദ്ദേഹം കൂടി ഉണ്ടായത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇപ്പൊ സിനിമാ താരങ്ങളെ അനുകരിച്ച് ഇപ്പൊ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും അനുകരിക്കാറുണ്ടോ? ആരെയാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, എല്ലാവരോടും നല്ല ബഹുമാനമാണ്. ഉമ്മൻചാണ്ടി സാറ്, മോദിജി, പിണറായി വിജയൻ സാറ്, അവരോടൊക്കെ നല്ല റെസ്പെക്റ്റ് എല്ലാവരോടും ചെയ്യും. അപ്പോൾ രാഷ്ട്രീയ താരം ഞാൻ സ്റ്റേജിൽ അങ്ങനെ കൂടുതൽ സ്പോട്ട് ഡബിങ്ങിലാണ് ചെയ്യാറ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടാണല്ലോ, ചേട്ടൻ കണ്ടാണല്ലോ, മലയാളികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തായാലും മണിച്ചിത്രത്താഴ് ചോദിക്കുന്നുണ്ടല്ലോ, ഗംഗ ഇപ്പോൾ എവിടെ പോകുന്നു? അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നകുലം പറയും, ഗംഗ ഇപ്പോൾ പോകണ്ട, അതെന്താ ഞാൻ കൂടെ പോയാൽ ഇന്നേക്ക് ദുർഗാഷ്ടമി നിനക്കൊന്ന്. ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് പറയിക്കുന്നത് ആരാണ്? ലാലേട്ടനാണ്. ലാലേട്ടൻ പറയും, അല്ലി ഇപ്പോൾ കല്യാണാഭരണം എടുക്കാൻ പോകുന്നുണ്ട്, നീ പോയി തടയണം. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, കാരണം ഡോക്ടർ സണ്ണിയാണ്. ഈ ഡോക്ടർ സണ്ണിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും നമ്മുടെ നകുലൻ ആയിട്ട് സുരേഷ് ഗോപി സാറിൻ്റെ ആ പൊസിഷൻ, ആ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ പിണറായി സഖാവും. അപ്പം നമ്മുടെ
ശോഭന മാഡം അവരുടെ റോൾ ചെയ്യുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ആയാൽ എങ്ങനെ ഉണ്ടാവുന്നൊരു നമ്മുടെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ കാലത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൽ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഡോക്ടർ സണ്ണെ ഉമ്മൻചാണ്ടി സാറ് വരും, അതിലേക്ക് പോവാം. അതായത് നകുല, എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. മാടമ്പള്ളിയിലെ ആ തമിഴത്തി വേറെ ആരുമല്ല, തൻ്റെ പെണ്ണും പിള്ളയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. താൻ എത്രയും പെട്ടെന്ന് പോയിട്ട് പറയണം, അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോകണ്ട, കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കടയുണ്ട്, അവിടെ പോയാൽ കമ്മീഷൻ കിട്ടും. അതാണ്. അപ്പോൾ നേരെ ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് ചെയ്യുന്നതാണ്. ഉമ്മൻചാണ്ടി നമ്മുടെ ലാൽ സാർ അങ്ങനെ പറഞ്ഞു. വീണ്ടും ആര് വരുന്നു? നമ്മുടെ നകുലം വരുന്നു. ഗംഗ ഇപ്പോൾ ഇവിടെ പോകുന്നു എന്നൊരു ഡയലോഗ്, അത് നമ്മുടെ പിണറായി സാഗമാണ്. ഗംഗ ഇപ്പോ എവിടെ പോകുന്നു? मेरा प्यारे देशवासियों, मेरा पिണറായി, ഞാൻ പറഞ്ഞില്ലേ അല്ലിക കല്യാണ ആഭരണം എടുക്കാൻ. ഗംഗ ഇപ്പോ തൽക്കാലം എങ്ങോട്ടും പോകണ്ട. അതെന്താ, ഞാൻ കൂടെ പോയാൽ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ഈ വിരട്ടലും വിലവേശലും ഒന്നും ഞങ്ങളോട് വേണ്ട. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് അല്ലിക്ക് കല്യാണാഭരണം എടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് ജാസ്തി നൊടിച്ചലൊന്നും ഞങ്ങളോട് വേണ്ട, മനസ്സിലായ? വിടമാട്ടെ, मुझे यहाँ से कहीं नहीं छोड़ेंगे. आज से दुर्गाष्टमी चलने वाले हैं. उन्हें कौन था? उन रक्तते ಕೊಡಿಚ ഓംകാര നടനം ಮಾಡುವೆ. ഗംഗ കടക്ക് പുറത്ത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ. സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഇതൊക്കെ എങ്ങനെയാ പ്രേത്ത്? ഇതൊക്കെ ഒരു പ്രാക്ടീസ് ഒന്നുമില്ല, ഇങ്ങനെ അപ്പൊ പറയാതെ തന്നെ പ്രേത്തിന്റെ കഴിവ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ? അടിപൊളി അല്ലേ? ഒരു നമ്മുടെ കാരണം മാമുക്കോയ സാറിന് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇതാണ്. ഇത് ലിങ്ക് കട്ടാക്കി കുഴപ്പമില്ല. നമ്മുടെ ബാഹുബലി സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവിടെ അതിലത്തെ ഒരു ടീസർ ഡയലോഗ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 എപ്പിസോഡായിട്ട് വേണം കിട്ടോ, ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്നും ജീവത്യാഗം ചെയ്യാൻ മടിക്കില്ല എന്നും രാജമാതാ ശിവഗാമി ദേവി സാക്ഷിയായി ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഡയലോഗ് ബാഹുബലി കണ്ടവർക്കൊക്കെ അറിയാം, സത്യപ്രതിജ്ഞ ചെയ്തു. ഈ ബാഹുബലി നമ്മുടെ മാമുക്കോയ സാറായാലും എന്താ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. മാമുക്കോയ സാറാണ് പറയുന്നെങ്കിൽ അല്ല അമരേന്ദ്ര ബാഹുബലിയെ നമ്മള് മകിമതി പ്രജകളായ കള്ള റാസ്കൽ നായിന്റെ മക്കളെ മൊത്തം പറ്റിച്ചൊള്ളായിരുന്നു. ജീവത്യാഗം എന്റെ വാപ്പ ഈ കള്ളസുവരെ ജീവത്യാഗം ഞമ്മളൊന്നും കിട്ടൂല. വരട്ട മക്കളെ, അസ്സലാമലൈക്കും. ഇങ്ങനെയായിരിക്കും. നമ്മുടെ ശശി കല്ലിംഗ സാർ നാടക വേദികളിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. അമരേന്ദ്ര ബാഹുബലിയായി ഞാൻ മകിന്മതി പ്രജകളെ മൊത്തം പറ്റിച്ചുകൊള്ളാമെന്നും ജീവത്യാഗം എൻ്റെ പട്ടി ചെയ്യും ജീവത്യാഗം വേറെ പണിയില്ല. നല്ല പരാല കക്കോസിന്നിട്ട് കൊണ്ട് കിട്ടി പിറ്റിക്കല കൊടംപൊടി ഇട്ട് വെച്ചാൽ മതി. കാലക എൻ്റെ അണ്ണാക്കിലേക്ക് വെച്ച് കൊടുക്കാം. വരട്ടെ. ചിലപ്പോ അങ്ങനെ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. എത്ര പടത്തിന് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു വെബ് സീരീസും അതുപോലുള്ള ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുണ്ട്, സിനിമയിലും ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു 10-13 പടത്തിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കൂടുതലും കന്നഡ മലയാളം റീമേക്കാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ രാജു സാറിന്റെ പടം, പിന്നെ അതുപോലെ പല പോർഷൻസ് ചെറിയ ചെറിയ ഇതില് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, വൈഫ്, 2 മക്കള്. എല്ലാവരും നല്ല സപ്പോർട്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ വീട്ടിലങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവരങ്ങനെ ഇല്ല. ഈ കലാരംഗത്ത് ചെയ്യുന്ന സപ്പോർട്ട്. അതുപോലെ ഇപ്പൊ നാട്ടുകാരുടെ സപ്പോർട്ടിൽ എങ്ങനെയാണ്? നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്. നാട്ടുകാര്, ഞാൻ ഈ ഗൾഫിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. ഞാൻ പറഞ്ഞത് അവരൊന്നും അറിയില്ല ഇങ്ങനെ
ഇവനിങ്ങനെ ചെയ്യും ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ ഞാനിത് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കോമഡി ഉത്സവത്തിൽ വരുന്നതിന് മുമ്പ് അവരെന്നെ സപ്പോർട്ട് ചെയ്യേണ്ട അവർക്ക് കാര്യമില്ല, അവർക്ക് അറിയില്ല ഞാനങ്ങനെ. പക്ഷെ ഇന്ന് ഒരുപാട് നാട്ടിലെ എനിക്ക് വലിയ വലിയ സ്റ്റേജ് ഷോസിനായാലും ഒരുപാട് ആദരവും നാട്ടിൽ നിന്ന് തന്നെ അത് കിട്ടി. അതൊക്കെ ഒരുപാട് എനിക്കൊന്ന് എനിക്ക് ഒരുപാട് കിട്ടിയില്ല. സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് ആദരവ് കിട്ടിയ ചിലപ്പോൾ പല വ്യക്തികളിൽ നിന്ന് ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ആദരവ് കിട്ടുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും. അതുപോലെ ഒരുപാട് വേദികളും തരുന്നുണ്ട് അവർ, ഗാനമേളയായാലും പ്രൊഫഷൻ ഇതായാലും. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് തന്നെയാണ്, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട, ഒന്ന് രണ്ടാളെ നമുക്ക് ഒരു വിമർശിക്കണം, എന്നാലേ നമുക്കൊരു എനർജി ഉണ്ടാവില്ല കുറച്ചാളെങ്കിലും. അതാണ് ഇത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് വന്നാല് പാട്ട് ഞാനൊരു പ്രൊഫഷണൽ സിംഗറോ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ചില വേദികളിൽ ഇങ്ങനെ മണിച്ചേട്ടൻ്റെ പാട്ട് അത് അങ്ങനത്തെ മാത്രമേ ഞാൻ പാടാറുള്ളൂ. പിന്നെ വേദികളിൽ കൂടുതൽ ആങ്കറിങ്ങും മിമിക്രിയും ഇതിൽ ആ പോർഷൻസ്, പാട്ട് പോർഷൻ ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് 2 വരി നമ്മുടെ ദാസേട്ടൻ്റെ 85ാം പിറന്നാളിനോടനുബന്ധിച്ച് നാദശക്കയുടെ പടമുണ്ടല്ലോ, ദിലീപേട്ടൻ്റെ കേശു ഈ വീടിൻ്റെ നാഥൻ, അതിലെ പുന്നാരപ്പൂങ്കാട്ടിൽ എന്നുള്ള പാട്ടിൻ്റെ ഒരു 2 വരി ഞാൻ പാടും. പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളിക്കൂട്. ഒന്നാം കിളിപ്പാട്ടിൻ കഥ ചൊല്ലിടുമാ കാറ്റിൻ ഒന്നായി ഒന്നിച്ചാടി ചെറുവണ്ണാങ്കിളിക്കൂട്ടം. ചില്ലാടുമാമേട്ടിൽ ഒരു വെൺകാഞ്ഞിരപ്പോട്ടിൽ ഒന്നാം കിളി കണ്ടു തുടു പൊന്നാണയത്താലം പൊന്നാണയത്താലം. പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളിക്കൂട്. മലയാളികളേവരും ഏവരും ഇഷ്ടപ്പെടുന്ന മലയാളത്തിന്റെ ശബ്ദം ഗന്ധർവൻ തന്നെ, ഗാനഗന്ധർവൻ തന്നെ. പിന്നെ അടുത്തൊരു പാട്ട് ഇനി നമുക്ക് സിനിമാ പാട്ട് വേണ്ട. എൻ്റെ പ്രിയ സുഹൃത്ത്, നമ്മുടെ സിനിമാ താരമാണ് ഫിറോസ്. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, ഒരു നിരാശാകാമുകൻ്റെ ഒരു പാട്ട്, ഒരു പാരഡി എന്ന് പറയാം, എന്നാലും അതൊന്ന് ശ്രമിക്കാം. ഹൃദിയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായതു വരണം മൃദുഹാസാലം കൃതവദനം മനമിൻ മധുവിന്ദ്രുത ചലനം അരുണും നിൻ കോമളവദനം കരളിൽ പകരാനതു തരണം തവ കോമളമാം പദചലനം മൃദുശോഭ ചൊരിഞ്ഞത് ഗഗനം നിറജാലമതുള്ളൊരു ഗഗനം മലർവാടിയിൽ ഞാനൊരു ഗഗനം സഖി നീയൊരലാമൃത കുസുമം ഹൃദിയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം ഹൃദിയിൽ അമൃതായതു വരണം മൃദുഹാസാലം കൃതവദനം ഹൃദിയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായതു വരണം മൃദുഹാസാലം കൃതവദനം ഹൃദിയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായതു വരണം മൃദുഹാസാലം കൃതവദനം മനമിൻ മധുവിന്ദ്രുത ചലനം അരുളും നിൻ കോമളവദനം മനമിൻ മധുവിന്ദ്രുത ചലനം അരുളും നിൻ കോമളവദനം കരളിൽ പകരാനതു തരണം തവ പ്രേമ സുധാമയ ഗഗനം തുടരൂ മമ ജീവിത ഗഗനം ലയമാതുര മോഹന നടനം അണിയൂ മമ ചുംബന മധുരം അറിയൂ അനുരാഗിത പുളകം. വൈറലായ ഒരു ഷോർട്ട് ഫിലിം, അതായത് ഇപ്പൊ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് രോമം ഇങ്ങനെ എടുത്തു പിടിക്കുന്നത്. കാരണം ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ കുറച്ചാൾക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അയൂബ് എന്ന ഷോർട്ട് ഫിലിമിനെ പറ്റി. അയൂബ് അല്ലേ? അതെ അതെ. ആ ഷോർട്ട് ഫിലിം വെച്ചാല് ഒരു കഥയല്ല, അത് നമുക്ക് നടന്നൊരു സംഭവമായിരുന്നു. കാരണം ഞങ്ങളൊരു മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരുപാട് നമുക്ക് വേദി കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിപാടിയിൽ ചെറിയൊരു ഭാഗം ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട്. ചാരിറ്റി പിന്നെ ഞങ്ങളത് ഓർക്കാറൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും യൂട്യൂബ് കിടക്കുന്നുണ്ട്. പിന്നീട് അത് ഒരാൾ ഈ കൊറോണ സമയത്ത് ആർട്ടിസ്റ്റുകൾക്കൊന്നും ജോലിയില്ല, പ്രോഗ്രാമില്ല എന്നറിഞ്ഞതുകൊണ്ട് അദ്ദേഹം ലോട്ടറിയും ഇതൊക്കെ വിറ്റ് ചെറിയൊരു കടയൊക്കെ നടത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിരുന്നു, ഞങ്ങൾ മറന്നുപോയി. അപ്പം അദ്ദേഹം ചെറിയൊരു എമൗണ്ട് വന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്നു. അത് ഞങ്ങൾക്ക് കാരണം 1 കോടി രൂപ കിട്ടിയ ആ ഒരു ഇത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആ ഒരു കഥ ഞങ്ങൾ കുറച്ച് നമ്മുടേതായ രീതിയിൽ എഴുതി
അത് വിഷ്വൽ ചെയ്തിയാണ് പാടിയത്. കോമഡി ഉത്സവത്തിലൂടെ നല്ല വൈറലായ നമ്മുടെ കൊച്ചു കലാകാരനുണ്ട് ഗോകുൽ രാജ്, ആ കൊച്ചുമോനാണ് ആ പാട്ട് പാടിയത്. കലയിൽ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല ട്രെൻഡിങ് ആയി, ഇപ്പോഴും പല ചാനലുകളിൽ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അയ്യൂബിൽ മെയിൻ റോൾ ചെയ്തത് പ്രിയത്തല്ലേ? അതെ അതെ, അയ്യൂബിൽ ഞങ്ങൾക്കുണ്ടായ ആ ഒരു സംഭവം അതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. അതെ, ഈ അയ്യൂബ് കാണാത്തവരെന്തായാലും കാണണം തീർച്ചയായിട്ടും. അത്രയും ഭയങ്കര ഒരു പടമാണത് ആ ഷോർട്ട് ഫിലിം. അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബാക്കി സിനിമകളിലൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതായിട്ടാണ് ബാക്കി സിനിമയിലൊക്കെ അവസരം വന്നത്. അതാണ് എന്തൊക്കെ അച്ചീവ്മെന്റ് കിട്ടിയിട്ടുള്ളത്? അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ പല സ്ഥലത്തുനിന്നും ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അത് തന്നെയാണ്. അപ്പം പ്രോഗ്രാംസുകളും പിന്നെ ഇതൊക്കെ വിളിക്കുന്നുണ്ട്. അതിലുപരി ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്ത കോമഡി ഉത്സവത്തിൻ്റെ 2018 ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ഉണ്ട്. അത് ഞങ്ങൾ ഇൻഡിവിജ്വൽ, എനിക്ക് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് 12 മണിക്കൂർ കണ്ടിന്യൂ പ്രോഗ്രാം ചെയ്തതിൽ അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2018 ഫ്ലവേഴ്സ് TVയുടെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. വലിയൊരു ഭാഗ്യം തീർച്ചയായും. അതിൽ പങ്കാളിയായി. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ മണിച്ചേട്ടന്റെ പാട്ട് പാടാറുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലോ? മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. ഭാവിയിൽ അങ്ങനെ വല്ല പ്രൊജക്റ്റും വന്ന് നിൽക്കുന്നുണ്ട്? പ്രൊജക്റ്റ് കഴിഞ്ഞ ഈ സീസണിൽ തന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി സ്റ്റേജ് ഷോ കമ്മിറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിച്ചില്ല. പക്ഷേ ഇനി അടുത്ത സീസൺ അങ്ങനെയല്ല, സിനിമ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ പറയുന്നത്. അപ്പോൾ 1-2 സുഹൃത്തുക്കൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും അപ്കമിങ് പ്രൊജക്റ്റ് ഒരു സെപ്റ്റംബറോട് കൂടി തുടങ്ങും. അതിലൊക്കെ ചെറിയൊരു ഭാഗമാകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും ഒരുപാട് തിരക്ക്, ഇവിടെ വണ്ടികളിലും വന്ന് ഓണടിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്, വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം നടുക്ക് കുറച്ച് ടൈം എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇനി വരുന്ന വർക്കുകളെല്ലാം നല്ല ഒരുപാട് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട്, അതുപോലെ ഒരുപാട് TV ഷോകളും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമും എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് അതിലേറെ മെച്ചപ്പെട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫുൾ സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്നുണ്ട്. താങ്ക് യു. എല്ലാ കലാകാരന് കിട്ടേണ്ട ഏറ്റവും വലുത് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അല്ലെ? പുതിയ വർക്കിന്റെ ലൊക്കേഷനിലെല്ലാം ഒന്ന് നമുക്ക് കാണാം അല്ലെ? സാധിക്കട്ടെ.